തോൽക്കാം, പക്ഷേ മാന്യമായി തോൽക്കുകയെങ്കിലും വേണ്ടേ കോൺഗ്രസ് അധ്യക്ഷനോടും രാഹുൽ ഗാന്ധിയോടും ഹൈക്കമാൻഡിനോടൊക്കെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തലയിൽ കൈവച്ച് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇങ്ങനെയായി പോയതെന്ന്. ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ പ്രകടനത്തിൽ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് ബീഹാറിൽ വീണുപോകുന്നു. നിലവിലെ അവസ്ഥ അനുസരിച്ച് പരമാവധി പോയാൽ 2-3 സീറ്റിലാണിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതിന് 2 സീറ്റ് താഴേക്ക് പോയാൽ സംപൂജ്യരാവാം. ഇനി പരമാവധി സീറ്റ് കിട്ടിയാലും 6-7 അല്ലെങ്കിൽ 8 സീറ്റുകൾക്കപ്പുറം ലഭിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുമില്ല. ഇത്തവണ 61 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. പഴയ തഴമ്പ് പറഞ്ഞാണ് 61 സീറ്റുകൾ RJDയിൽ നിന്നും പിടിച്ചു വാങ്ങിയത്. അവിടെയാണ് ഇരട്ടയക്കം പോലും കാണാൻ കഴിയാതെ ചിലപ്പോൾ സംപൂജ്യരായി മടങ്ങേണ്ട അവസ്ഥയിൽ അവിടുത്തെ CPM-നും CPI-ക്കും CPI-ML-നും ഒക്കെ ഇടതു പാർട്ടികൾക്കും താഴെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്നത്. കഴിഞ്ഞതിന് മുമ്പിൽ തവണ 27 സീറ്റുകൾ കിട്ടിയ പാർട്ടിയാണ് എന്നത് ഓർക്കണം. അതിനു മുമ്പ് 9-ൻ്റെയും 4-ൻ്റെയും 9-ൻ്റെയും 10-ൻ്റെയും ഒക്കെ കണക്ക് 2000-ൽ 10 സീറ്റുകളാണ് ലഭിക്കുന്നതെങ്കിൽ 2005-ൽ 9 സീറ്റുകളും ഒക്കെ ലഭിച്ച കണക്കുകളും ഒക്കെ ഇവരുടെ മുന്നിലുണ്ട്. അതൊന്നും ന്യായീകരണമാവുന്നില്ല. ഇന്ത്യയിൽ BJP-ക്കെതിരായ ഒരു വലിയ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ട പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു നേതാവ്. ആ പാർട്ടിക്ക് 90-കൾ വരെ അധികാരമുണ്ടായിരുന്ന, ശേഷിയുണ്ടായിരുന്ന ഒന്നാമത്തെ പാർട്ടിയായിരുന്ന ഒരു സംസ്ഥാനം ബീഹാർ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് തകർന്ന് പ്രാദേശിക പാർട്ടി എന്ന് പോലും പറയാൻ കഴിയാത്ത, പ്രാദേശിക പാർട്ടിയെക്കാളും ചെറിയ പാർട്ടിയായി, അല്ലെങ്കിൽ അത്രത്തോളം ദുർബലമായ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്. നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇന്ത്യയിൽ BJP-ക്കെതിരായ പോരാട്ടത്തിൽ പ്രാദേശിക കക്ഷികളൊക്കെ നിൽക്കുന്നത്?